പ്രതിഭ എം.എൽ.എയുടെ മകനെ കേസിൽ പ്രതിയാക്കിയ സംഭവം ആ കാര്യത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വളരെ ഗുരുതരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഗുരുതരമായ പിഴവെന്ന് പറഞ്ഞാൽ മറ്റ് കേസുകളിലൊന്നും സംഭവിച്ചിട്ടില്ലാത്ത അത്രയും ഗുരുതരമായ പിഴവ്. സാധാരണ ഇത്തരത്തിലുള്ള കേസുകൾ പ്രതിയാകുമ്പോൾ ഇപ്പം ഒരു രക്തപരിശോധന നടത്താറുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഈ കേസിനകത്തിൽ പ്രതിഭ എം.എൽ.എയുടെ മകനായതുകൊണ്ട് രക്തപരിശോധന താമസിച്ചു, പൊളിറ്റിക്കൽ പ്രഷർ കൊണ്ട് താമസിച്ചു എന്നൊരു സമ്മർദ്ദം എക്സൈസ് ഉദ്യോഗസ്ഥർ ന്യായീകരിച്ചാലും യഥാർത്ഥത്തിൽ മുടി പരിശോധിക്കാം, വിയർപ്പ് പരിശോധിക്കാം, മൂത്രം പരിശോധിക്കാം. ഇത്തരത്തിൽ പരിശോധനയിൽ കൂടി ഈ ലഹരി ഉപയോഗം കൃത്യമായി കണ്ടെത്താൻ പറ്റും. ലഹരി ഉപയോഗിച്ചിട്ടുള്ള ആളാണോ എന്ന് കണ്ടെത്താൻ പറ്റും. പക്ഷേ ഈ കാര്യത്തിനകത്ത് അതൊന്നും ഉണ്ടായില്ല. 28-ാം തീയതി 1 മണിയോടുകൂടിയാണ് ഈ കനിവിനെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തതിന് ശേഷം 12 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ക്രൈം രജിസ്റ്റർ ചെയ്യുന്നതും ഇതിൻ്റെ തുടർ നടപടികൾ എക്സൈസ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതും. അപ്പം അറസ്റ്റിൽ മാത്രമല്ല, വൈദ്യപരിശോധനയിൽ മാത്രമല്ല, പിന്നെ ഇത്തരത്തിലുള്ള NDPS കേസിനകത്തിൽ ഒരു എക്സൈസ് ഇൻസ്പെക്ടർ കേസെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ, ആ ജൂറിസ്ഡിക്ഷനിൽപ്പെട്ട അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഈ കേസിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഈ കേസിൻ്റെ റെക്കോർഡുകൾ അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹം അതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഇതിനകത്ത് വേണ്ട എവിടെയെങ്കിലും പാകപ്പിഴകളുണ്ടോ എന്ന് കണ്ടെത്തി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.